ജ്യേഷ്ഠൻ മരണമാസന്നമാകുന്ന സമയത്ത് ഞങ്ങളോട് പറഞ്ഞു, ഒരു മുസ്ലിം കൊണ്ടുവന്ന് തരുമോ? ഞാനൊരു മുസ്ലിം കൊണ്ടുപോയി കയ്യിൽ കൊടുത്ത് മുസ്ലിമായിരിക്കും, ഖുർആനായിരിക്കും, ഓതിയിട്ട് പറക്കപ്പെടുക്കാനായിരിക്കുമെന്ന് ചിന്തിച്ച് പരിശുദ്ധമായ ഖുർആൻ കൊണ്ടുപോയി കയ്യിൽ കൊടുക്കൊണ്ട് അദ്ദേഹം കൂടെ നിൽക്കുന്ന കട്ടിലിന് ചുറ്റിനോടൊപ്പം കൂടി നിൽക്കുന്ന കുടുംബക്കാരെ മുഴുവനെ സാക്ഷിയാക്കിയിട്ട് പരിശുദ്ധമായ ഖുർആനിന്റെ കോപ്പി കയ്യിൽ പിടിച്ചിട്ട് എന്റെ ജ്യേഷ്ഠൻ വിളിച്ചു പറയുകയാണ്, അനപരീഎന്നും ഹാവാ, അല്ലയോ എന്റെ കുടുംബക്കാരെ, ഞാൻ ഈ ഖുർആനിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു, ഞാൻ ഈ ഖുർആനിൽ നിന്ന് ഇതിന്റെ ആശയത്തിൽ നിന്ന് ഇതിന്റെ എന്റെ മൂത്ത ജ്യേഷ്ഠന് അദ്ദേഹം 40 വർഷം പള്ളിയിലെ മുഅദ്ദിനാണ്. ആ 40 വർഷത്തെ മുഅദ്ദിനായ ജ്യേഷ്ഠന് മരണപ്പെടുന്നത് ക്രിസ്ത്യാനിയായിട്ടാണ്, ക്രിസ്ത്യമതത്തിലേക്ക് പോയിട്ടാണ്. ഞാൻ ക്രിസ്ത്യാനിയെ എന്ന് പരസ്യമായി അവിടെ കൂടി നിൽക്കുന്ന കുടുംബങ്ങൾക്ക് മുന്നിൽ പ്രഖ്യാപനം നടത്തിയിട്ട് ഖുർആനിന്റെ കോപ്പി പിടിച്ച് ഞാനിതിൽ നിന്ന് രാജിവെച്ചു എന്ന് പറഞ്ഞു ക്രിസ്ത്യാനിയായി പറ്റുവേ. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം മരണപ്പെട്ടു, ഞങ്ങൾ കൊണ്ടുപോയി മറവ് ചെയ്തു. അതിനുശേഷം എന്റെ രണ്ടാമത്തെ ജ്യേഷ്ഠനാണ് അതേ പള്ളിയിൽ നീണ്ട 30 വർഷം ജോലി ചെയ്ത, മുഅദ്ദിനായി ജോലി ചെയ്ത, മുഖ്രിയായി ജോലി ചെയ്ത അതേ ആളുകളെ നിസ്കാരത്തിലേക്ക് ക്ഷണിക്കുന്ന വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന ദാഇകൾ, ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന, നിസ്കാരത്തിലേക്ക് ക്ഷണിക്കുന്ന, വിജയത്തിലേക്ക് ക്ഷണിക്കുന്ന പ്രവർത്തകന്മാർ, അത്തരം ആളുകൾ പറയുന്ന വാചകത്തിനേക്കാൾ സുന്ദരമായ വാചകങ്ങൾ ഉരുവിടുന്നവർ വേറെ ആരും ഇല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഭവനങ്ങളിൽ നിസ്കരിക്കാൻ വേണ്ടി ജനങ്ങളെ വിളിച്ചു വരുത്തുന്ന മുഅദ്ദിനുമാർ, അവരെക്കാൾ സുന്ദരമായ വാചകങ്ങൾ പറയുന്നവർ വേറെ ആരുമില്ല. പരിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. അത്രയേറെ നല്ല വാചകമാണ് അവർ പറയുന്നത്. അല്ലാഹു തആല നമ്മുടെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേൾക്കുന്നു, ആ പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കാന് നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. ഈ പള്ളിയിൽ രണ്ടാമത് ജോലിക്ക് കയറുന്നത്, നീണ്ട 30 വർഷവും ജോലി ചെയ്യുന്നത്, മുഅദ്ദിനായി സേവനം ചെയ്യുന്നത്, ഈ കഅബ ശരീഫിന്റെ തൊട്ടടുത്തിരുന്ന് പ്രാർത്ഥന നടത്തുന്ന ചെറുപ്പക്കാരൻ പറയുകയാ, ഓ പ്രിയപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അഹ്മദുൽ മുഅദ്ദിൻ തങ്ങളെ, എന്റെ രണ്ടാമത്തെ ജ്യേഷ്ഠനാണ്. അദ്ദേഹം നീണ്ട 30 വർഷം അവിടുത്തെ മുഅദ്ദിനാണ്. പക്ഷേ ലമ്മാ ഹദറഹുൽ മൗത്ത് ഫഅല കമാ ഫഅല ലഹുൽ അക്ബർ, മരണമാസന്നമായപ്പോൾ, മരണസമയമായപ്പോൾ എന്റെ മൂത്ത ജ്യേഷ്ഠൻ എന്താണോ പ്രവർത്തിച്ചത് അതേപോലെ എന്റെ രണ്ടാമത്തെ ജ്യേഷ്ഠനും ചെയ്തു പോയി. സമാതനസ്വാനിയ, അദ്ദേഹവും ക്രിസ്ത്യാനിയാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ട് അവസാന സമയം കലിമത്ത് തൗഹീദ് പോലും ഉച്ചരിക്കാൻ കഴിയാതെ എന്റെ രണ്ടാമത്തെ ജ്യേഷ്ഠനും മരിച്ചു വീഴുകയാണ്. നഊദു ബില്ലാഹി മിൻ മക്രില്ലാഹ് വഇന്നീ അഖാഫു അലാ നഫ്സി അൻ അശൂറ മിസ്ലഹുമാ ഫഅന അദ്ഉ അല്ലാഹ തആല അൻ യഹ്ഫള അലയ്യ ദീനീ
അബ്ദുല്ലാഹി ഇബ്നു അഹ്മദ് അൽ-മുഅല്ലിം തങ്ങളെ അതിനുശേഷം തുടങ്ങിയ പേടിയാണ് എനിക്ക്. കാരണം ഞാൻ എന്റെ 2 ജ്യേഷ്ഠന്മാരെ പോലെ നിൽക്കുന്നു. അതുകൊണ്ടാണ് ഈ കഅബ ശരീഫിന്റെ പരിസരങ്ങള് യാതീജീവിതത്തിലുള്ള സ്ഥലമാണല്ലോ, പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്ന സ്ഥലമാണല്ലോ. അതുകൊണ്ടാണ് ഞാനിവിടെ വന്നിരുന്ന് ഈ ഒരൊറ്റ പ്രാർത്ഥന മാത്രം നിർവഹിക്കുന്നതെന്ന് അബ്ദുല്ലാഹി ഇബ്നു അഹ്മദ് അൽ-മുഅല്ലിം തങ്ങളോട് ഈ സഹോദരൻ വിശദീകരിക്കുന്നു. ബഹുമാനപ്പെട്ടവർ തിരിച്ചു ചോദിച്ചു, എന്താണ് നിങ്ങളെ 2 ജ്യേഷ്ഠന്മാരും ചെയ്ത തെറ്റെന്താണ്? മാ കാന സംഭവിക്കുക. നീണ്ട 40-30 വർഷം പള്ളിയിൽ നിന്ന് നിസ്കാരം നിർവഹിച്ച് ഒരു നോമ്പ് പോലും ഒഴിവാക്കാതെ അതേ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്ത് നല്ലതുപോലെ ജീവിച്ചിരുന്ന നിന്റെ 2 ജ്യേഷ്ഠന്മാരെ മരണപ്പെടുന്ന സമയത്ത് ഈമാൻ കിട്ടാതെ കൊലിമപ്പെട്ടാതെ ചൊരിക്കാതെ അവര് ക്രിസ്ത്യാനി സത്യതയുണ്ട്. കാരണം എന്താ? അതിന് മാത്രം അവർ ചെയ്ത തെറ്റെന്താണെന്ന് അബ്ദുല്ലാഹി ഇബ്നു അഹ്മദ് അൽ-മുഅല്ലിം തങ്ങൾ ചോദിക്കുന്നു. ഓ എന്റെ വയറിന്റെ സദസ്സിൽ പങ്കെടുത്തിരിക്കുന്ന ചെറുപ്പക്കാരെ, എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്നാലോചിക്കുന്നു അവർ 2 പേരും ചെയ്ത തെറ്റെന്താണെന്ന് ചോദിക്കുന്നു. ഈ സഹോദരൻ പറയുന്ന മറുപടി കാണാ അല്ലോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, സിനിമ കാണുന്ന പാതിരാത്രിയില് എത്ര വൈകിട്ടാണ് നീ കിടന്നുറങ്ങുന്നത്? എത്ര സിനിമകളാണ് നീ കാണുന്നത്? എത്ര അശ്ലീലങ്ങളാണ് നീ കാണുന്നത്? ഒരു ദിവസം നിന്റെ കണ്ണുകൊണ്ട് ചെയ്തു തീർക്കുന്ന ഹറാമുകള്, അനാശ്വാസ പ്രവർത്തനങ്ങള്, അന്യ പെണ്ണിന്റെ നഗ്നതകള് എത്രയാണ് സഹോദര? ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇശാമഗുരുവിന്റെ ഇടയിലുള്ള മുതബറക്കായ സമയത്ത് നീ ടിവിയോ ചെയ്ത് ചാനൽ തിരിച്ചു വെച്ചിട്ട് ഹറാമായ സിനിമ കാണുന്നില്ലേ? മക്കളെ എടുത്ത് തിരുത്തിയിട്ട് അവർക്കും കാണിച്ചു കൊടുക്കുന്നില്ലേ? നിന്റെ പേരമക്കൾക്ക് കാണാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നില്ലേ? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോ വല്യമ്മമാരോ, നമ്മുടെ മക്കൾ ഈമാൻ കിട്ടാതെ ചത്തുപോകുന്നിട്ട് ബഹുമാനപ്പെട്ട അബ്ദുള്ള തങ്ങളോട് കഅബ ശരീഫിന്റെ ഒരു ഭാഗത്ത് മാറിയിരുന്ന ചെയ്തിരുന്ന ഈ സഹോദരൻ പറയുകയാണ്, എന്റെ 2 ജ്യേഷ്ഠന്മാര് അവര് മദ്യപിച്ചതല്ല, അവരാരെയും കൊന്നുകളഞ്ഞതല്ല, ആരുടെ സമ്പത്തും അപഹരിച്ചതല്ല. കാനായ തതബ്ബാനി ഔറാത്തിൻ നിസാ, അന്യ പെണ്ണിന്റെ നഗ്നത മറക്കാത്ത ശരീരം കാണാനോ എന്റെ 2 ജ്യേഷ്ഠന്മാർക്ക് വലിയ താൽപര്യമായിരുന്നു. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല നമ്മുടെ ഈമാൻ സലാമത്താക്കി പെരുമാറാകട്ടെ. മൻ സന ഔ ശരിബൽ ഖംറ, ഒരു മനുഷ്യന് വ്യഭിചരിച്ചാൽ, അവൻ മദ്യപാനം നടത്തിയാൽ, നസഅല്ലാഹു മിനൽ ഈമാൻ, അല്ലാഹു അവന്റെ ഈമാൻ ഊരിയെടുക്കുന്നതാണ്. കമാ യസ്ലഉൽ ഇൻസാനുൽ ഖമീസ മിൻ റഅസിഹി, ഒരാൾ അവന്റെ ഡ്രസ്സ് എത്ര നിഷ്പ്രയാസമാണ് ശരീരത്തിൽ നിന്ന് ഊരിയെടുക്കുന്നതെങ്കിൽ അതുപോലെ അവന്റെ ഈമാൻ അല്ല ഊരിയെടുക്കുന്നുണ്ട്. അൽ ഐനാനി യസ്നാൻ, 2 കണ്ണും വ്യഭിചാരികളാണ്. ആ കണ്ണിന്റെ വ്യഭിചാരോ സിനാഹുമാ അന്നലറോ, നോട്ടമാണ്, ഹറാമായ നോട്ടമാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരെ, പ്രിയപ്പെട്ട സഹോദരനെ,
സിനിമ കാണുന്നത്, TV കാണുന്നത്, അശ്ലീലങ്ങൾ കാണുന്നത്, അന്യ പെണ്ണിന്റെയും പുരുഷന്റെയുമൊക്കെ നെറ്ററ മറക്കാത്ത ശരീരം കാണുന്നത്, വൃത്തികേട് കണ്ടുകൊണ്ട് നിന്റെ സമയം ചെലവഴിക്കുന്നത്, അവസാനം മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടാതെ മുസ്ലിമാകാതെ ഇല്ലെന്ന ചൊല്ലാൻ കഴിയാതെ മരണപ്പെടേണ്ടി വരും കേട്ടോ. അവിശ്വാസിയായി ചത്തുപോകേണ്ടി വരും കേട്ടോ. ഞാൻ ആ ഭാഗം നിർത്തുകയാണ്. രണ്ടാമത് നബി തങ്ങൾ പറഞ്ഞത് മൻ സനാ ഔ ശരിബൽ ഖംറ, ഒരു വ്യക്തി വ്യഭിചരിച്ചു, അതോടൊപ്പം അയാൾ അതല്ലെങ്കിൽ ഒരാൾ മദ്യം കഴിച്ചു, ലഹരി ഉപയോഗിച്ചു, അതേ അവന് പാൻപരത്തും ഹാൻസ് പോലെയുള്ള പാൻമസാലകൾ ഉപയോഗിച്ചു, അങ്ങനെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരുണ്ടല്ലോ, അവരെ ഈമാൻ അല്ലാഹു തആല ഊരിയെടുക്കും. വസ്ത്രം ഊരിയെടുക്കുന്നത് പോലെ നാം ധരിച്ചിരിക്കുന്ന ഷർട്ട് അത് എപ്രകാരം നിഷ്പ്രയാസം നമുക്ക് ഊരിയെടുക്കാൻ സാധിക്കുമോ, അതുപോലെ മദ്യപാനികളുടെ, ലഹരി ഉപയോഗിക്കുന്നവരുടെ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെ, കഞ്ചാവ് ഉപയോഗിക്കുന്നവരുടെ ഈമാനല്ല ഊരിയെടുക്കുന്നു. സഹോദരന്മാരെ, എത്ര ഭയാനകരമായ വിഷയമാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. അറിയാമോ, ഫുലൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹു, ഫുലൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്. നൂറുകണക്കിന് ശിഷ്യന്മാരെ സംഭാവന ചെയ്ത മഹാനാണ്. ഒരുപാട് ശിഷ്യന്മാരെ വാർത്തെടുത്ത മഹാനാണ് ബഹുമാനപ്പെട്ട ഫുലൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹു. ആ ഫുലൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പ്രഗൽഭനായ ശിഷ്യൻ അദ്ദേഹത്തിൽ മരണമാസന്നമായി. ഫലമ്മാ ഹദറത്തുൽ വഫാ, മരണമാസന്നമായ സമയത്ത് فدخل عليه الفضيل بن عياض رضي الله عنه, മഹാനായ ഫുലൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യന്റെ വീട്ടിൽ ചെന്നു, തന്റെ ശിഷ്യന്റെ സമീപത്ത് ചെന്നു. എന്നിട്ടോ വജലസ ഇൻദ റഅസിഹി വഖറഅ സൂറത യാസീൻ, ഏറ്റവും പ്രഗൽഭനായ ശിഷ്യനാണ്. നൂറുകണക്കിന് ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് വലിയ സ്നേഹമുള്ള പ്രഗൽഭനായ ശിഷ്യനാണ് ഫുലൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രഗൽഭനായ ശിഷ്യൻ. അദ്ദേഹത്തിന് മരണമാസന്നമായ സമയത്ത് ഫുലൈൽ റളിയല്ലാഹു അൻഹു സമീപത്ത് ചെല്ലുകയാണ്. തലയ്ക്ക് അരികിലിരുന്ന് മുഖത്തിന്റെ അടുത്തിരുന്നിട്ട് സൂറത്ത് യാസീൻ ഓതിക്കൊടുക്കുന്നു. മരണമാസന്നമായവരുടെ സമീപത്ത് യാസീൻ സൂറത്തോടൊരു സുന്നത്താണ്. മരണമാസന്നമായവരോ അതുപോലെ മരിച്ചു കിടക്കുന്ന മയ്യത്ത് രണ്ടുപേരുടെയും അടുക്കൽ മരണം യാസീൻ സൂറത്തോടൊരു സുന്നത്താണ്. ഫുലൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യന്റെ സമീപത്ത് പോയിരുന്നിട്ട് യാസീൻ ഇങ്ങനെ ഓതുകയാണ്. സൂറത്ത് യാസീൻ ഓതി തുടങ്ങിയപ്പോ ശിഷ്യന് ഉസ്താദിനോട് രോഗിയായി കിടക്കുന്ന മരണമാസന്നമായ ശിഷ്യന് വിളിച്ചു പറയുകയാണ്, യാ ഉസ്താദ് ലാ തഖ്റഅ ഉസ്താദേ, ഈ സൂറത്ത് നിങ്ങൾ എന്റെ അടുക്കലിരുന്ന് ഓതല്ല.
പരിശുദ്ധമായ ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്ത് മരണാസന്നനായ തന്റെ ശിഷ്യന്റെ സമീപത്തിരുന്നിട്ട് ഉസ്താദവറുകൾ സന്തോഷത്തോടെ വളരെ സ്നേഹത്തോടെ ഏതുന്ന സമയത്ത് തന്റെ ശിഷ്യന്റെ മരണം, ആ മരണഘട്ടത്തിലുള്ള വിഷമങ്ങൾ മുഴുവനും നീങ്ങിക്കിട്ടുന്നതിന് വേണ്ടി ഉസ്താദ് സൂറത്ത് ഓടിക്കൊടുക്കുമ്പോഴുണ്ട് ഉസ്താദിനോട് ശിഷ്യന്റെ മറുപടി ശിഷ്യൻ വിളിച്ചു പറയുന്നു, ഇത് ഇവിടെ ഇരുന്നോ. സുബ്ഹാനല്ലാഹ്. ഉസ്താദ് എന്താണിത് ഇങ്ങനെ പറയാനുള്ള കാരണമെന്ന് മനസ്സിലായില്ല. ചുമ്മസക്കത്ത് ഉസ്താദോത്ത് നിർത്തി ഏരിയില്ല. എന്തുകൊണ്ടാണ് വല്ല ശല്യം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയിട്ട് ഉസ്താദോത്ത് നിർത്തി. അതിനുശേഷം അദ്ദേഹത്തിന്റെ അടുക്കലിരുന്ന് ദിക്റ് ചൊല്ലി. മരണമാസന്നമായവർക്ക് ദിക്റ് ചൊല്ലിക്കൊടുക്കൽ സുന്നത്താണല്ലോ. ബഹുമാനപ്പെട്ട ഫുലൈൽ ഇബ്നു അയ്യാദ് റളിയല്ലാഹു അൻഹു ശിഷ്യനോട് ശിഷ്യനിക്ക് ദിക്റ് ചൊല്ലിക്കൊടുത്തു. ഒരു തവണ ചൊല്ലി ശിഷ്യൻ ഏറ്റുചൊല്ലുന്നില്ല. രണ്ടാമത് വീണ്ടും ചൊല്ലി, ഇല്ല ചൊല്ലുന്നില്ല, ഏറ്റുചൊല്ലുന്നില്ല. പല തവണ ഉസ്താദവറുകള് ശിഷ്യന്റെ അടുക്കൽ ഇരുന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റ് ചൊല്ലിയിട്ട് ശിഷ്യനത് ചൊല്ലുന്നില്ല. അവസാനം കുറെ സമയമായപ്പോ ഉസ്താദിനോട് ശിഷ്യന് പറയുകയാണ്, ഓ നിങ്ങൾ എത്രയത് പറഞ്ഞു തന്നിട്ടും കാര്യമില്ല, ഞാനത് പറയൂല, ദിക്റ് ചൊല്ലൂല. കാരണം അന്നീ ബരീഉൻ മിൻഹാ, ഞാൻ ഈ കലിമത്ത് തൗഹീദിൽ നിന്ന് നിങ്ങളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നിന്ന് ഞാൻ രാജിവെച്ചിരിക്കുന്നു. ഞാൻ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് രാജിയാണ്, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിൽ നിന്ന് രാജിയാണ്. ഉസ്താദിനോട് ശിഷ്യനിത് പറഞ്ഞിട്ട് അയാൾ അങ്ങനെ തന്നെ ഇസ്ലാം ഉച്ചരിക്കും കലിമത്ത് തൗഹീദ് ഉച്ചരിക്കാതെ അയാൾ മരണപ്പെടുന്നു. മുസ്ലിമേ അവിശ്വാസിയായി ചത്തുപോകുന്നു. ഫുലൈൽ ഇബ്നു അയ്യാദ് റളിയല്ലാഹു അൻഹു സങ്കടമായി. ഫദഖലൽ ഫുലൈൽ മൻസിലഹു, ഫുലൈൽ തങ്ങളുടെ വീട്ടിലേക്ക് ഇറങ്ങി മടങ്ങുകയാണ്. വജഅല യബ്കി 40 വീട്ടിൽ വന്നിരുന്ന് 40 ദിവസം ഫുലൈൽ തങ്ങളെ കരയുന്നു. ലം യഖ്റുജ് മിനൽ ബൈത്ത്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല. കാരണം തന്റെ ഏറ്റവും പ്രഗത്ഭനായ പ്രിയപ്പെട്ട ശിഷ്യനായ തന്റെ ഒരു വലിയ പണ്ഡിതനായ ശിഷ്യന് അതാ ദിക്റ് ചൊല്ലാനേ കലിമത്ത് തൗഹീദ് ചൊല്ലാതെ ഈമാൻ കിട്ടാതെ ഈ മതത്തിൽ നിന്ന് പരസ്യമായി എന്നോട് രാജിയാണെന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു പ്രഗത്ഭനായ ശിഷ്യന് അമുസ്ലിമായി ചത്തുപോയല്ലോ. ആ സങ്കടം കൊണ്ട് ബഹുമാനപ്പെട്ട ഫുലൈൽ ഇബ്നു അയ്യാദ് റളിയല്ലാഹു അൻഹു വീട്ടിന്റെ ഉള്ളിൽ തന്നെ 40 ദിവസവും വീട്ടിന്റെ ഉള്ളിലാണ്, അങ്ങാടിയിലേക്ക് ഇറങ്ങുന്നില്ല, പുറത്തിറങ്ങുന്നില്ല. ഫുലൈൽ ഇബ്നു അയ്യാദ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം രാത്രിയിൽ കിടന്നുറങ്ങുമ്പോ ഫുലൈൽ രാത്രിയിൽ പാതിരാത്രിയിൽ കിടന്നുറങ്ങുമ്പോ തന്റെ ഈ പ്രഗത്ഭനായ ശിഷ്യൻ ഉറക്കിന് സ്വപ്നത്തിൽ കാണുന്നു. ഫുലൈൽ തങ്ങളെ കാണുന്നതെങ്ങനെയാണ്?
ഈ ശിഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന രംഗമാണ് നിലയില് തങ്ങൾ ഇറക്കിന് സ്വപ്നത്തില് കാണുന്നത്. മഹാനവറുകൾ ചോദിച്ചു, അല്ലോ പ്രിയപ്പെട്ട ശിഷ്യ, بأي شيء جعلناه المعرفة عنك وكنت أعلم كلامي. എന്റെ നൂറുകണക്കിന് വരുന്ന ശിഷ്യന്മാരില്ലെന്ന് ഏറ്റവും വിവരമുള്ളവനായിരുന്നില്ലേ നീ, എനിക്കേറ്റവും ഇഷ്ടമുള്ളവനായിരുന്നില്ലേ നീ, എന്റെ മരിക്കുന്ന സമയത്ത് വിക്രിതെല്ലാം പറ്റിയില്ലല്ലോ. അള്ളാഹുവിന്റെ ഈമാൻ എഴുതിയെടുക്കല്ലോ. അതിന്റെ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോ ശിഷ്യന് സാദിനോട് പറയുകയാണ്, മൂന്ന് കാരണമാണ് സാദേ. മരിക്കുന്ന സമയത്ത് എനിക്ക് ദിക്റെല്ലാം കഴിയാതിരുന്നതിന്റെ കാരണം 3 കാരണങ്ങളാണ്. മരിക്കുന്ന സമയത്ത് എനിക്ക് ഈമാൻ കിട്ടാതെ ഞാൻ ചത്തുപോകാനുള്ള കാരണം 3 തെറ്റുകളാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത 3 തെറ്റുകളാണ്. ഒന്ന് നമീമത്ത്. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമീമത്തുകാരൻ ഒരിക്കലും സ്വർഗ്ഗത്തിൽ കടക്കില്ല. ഈ തലയും ആ തലയും കത്തിക്കുന്നവൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 2 മുഖമുള്ളവൻ, 2 നാവുള്ളവൻ, അവന് നാളെ ഖിയാമത്ത് നാളിലും അതേ രംഗമായിരിക്കും. അവൻ അല്ലാഹു തആല തീയിന്റെ 2 നാവ് കൊടുക്കും. 2 നാവുള്ളവൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അത് വിശദീകരിച്ചു. ഒരാളുടെ സമീപത്ത് പോയിട്ട് അയാളോടൊന്ന് പറയുക, എന്നിട്ട് അതിന്റെ അയാളുമായി പറഞ്ഞു വെച്ചതിന്റെ നേരെ എതിര് വിപരീതം മറ്റേ വ്യക്തിയുടെ അടുക്കലും പോയി പറയുക. ഇതാ 2 നാവ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 2 നാവുള്ളവൻ, 2 മുഖമുള്ളവൻ അവന് സ്വർഗ്ഗത്തിൽ കിടക്കില്ല. നമ്മാമിങ്ങള്, യേശു പറയുന്നവന്, നമീമത്തുകാരന് അവനൊരിക്കലും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ ജീവിതം നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അങ്ങാടിയിൽ പോയിരുന്നിട്ട് നമ്മളിങ്ങനെ വെറുതെ തുടങ്ങും. വെറുതെ പീഡികത്തിണ്ണയിൽ പോയിരുന്നിട്ട് നമ്മൾ ഇത്രയൊന്നും കാര്യമാക്കിയിട്ടുണ്ടാവില്ല. വെറുതെ അങ്ങോട്ട് തുറന്ന് ഒരു കയറ് വലിച്ചിട്ടതാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെ അതിന്റെ മേലെ ചർച്ചകളായി. അത് പിന്നീട് ധാരാളം ആദിമീങ്ങളെയും സയ്യിദന്മാരെയും അതുപോലെ അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുസുന്നത്തുകളെയും പരിശുദ്ധമായ ദീനിന്റെ നിയമങ്ങളെയുമൊക്കെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഒരുപാട് വർത്തമാനങ്ങളിലേക്ക് ഇത് എത്തിച്ചേരുകയാണ്. നമ്മൾ വെറുതെ ഒന്ന് തുടങ്ങിയതാ, പക്ഷേ അത് ധാരാളം ആളുകൾ ഇങ്ങനെ കൂടി സംസാരിച്ച് എത്രയോ ആളുകൾ അതിന്റെ പിന്നാലെയായി. എല്ലാവരും പറയുന്നതിന്റെ എല്ലാ കുറ്റവും അവസാനം ഈ തുടങ്ങി വെച്ചവന്റെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ വരും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഗീബത്ത്, നമീമത്ത്, ഫിത്ന, ഫസാദ് അതെല്ലാം ഇന്ന് നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കതൊരു വിഷയമേ അല്ല. ഒരാളെക്കുറിച്ച് അനാവശ്യമായത് പറയുക എന്നത്, അയാളെക്കുറിച്ച് ഗീബത്ത് പറയുക എന്നത്, നമീമത്ത് പറയുക എന്നത് ഒരു പ്രശ്നവും അല്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഗീബത്തു അശദ്ദു മിനൽ സിനാ. വ്യഭിചാരത്തിനേക്കാൾ സ്ട്രോങ് ആണ് ഗീബത്ത് എന്ന് പറയുന്നത്.
അന്യനെക്കുറിച്ച് കുറ്റം പറയുക എന്നത് അത് വ്യഭിചാരത്തിനേക്കാൾ വളരെ വലിയ വിപത്താണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതിന്റെ കാരണം പറഞ്ഞതെന്താണ്? വ്യഭിചരിച്ചവനെ അല്ലാഹുവിനോട് മാപ്പ് ചോദിച്ചാൽ, തൗബ ചെയ്ത് മടങ്ങിയാൽ അല്ലാഹു അവന് മാപ്പ് നൽകിയാൽ അവന്റെ തെറ്റ് പൊറുത്തു പോയി. പിന്നെ പ്രശ്നമൊന്നുമില്ല. ഒരാള് വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആലയും അവനും തമ്മിലുള്ള പ്രശ്നമാണത്. അതവൻ അല്ലാഹുവിനോട് ചോദിച്ച് കരഞ്ഞവന് മാപ്പ് ചോദിച്ചാൽ അല്ലാഹു പൊരുത്തപ്പെട്ടു കൊടുക്കും. അല്ലാഹു അവന് മാപ്പ് നൽകിയാലോ അവന്റെ ആ ദോഷം മായ്ക്കപ്പെടും, പ്രശ്നമല്ല. അതേസമയം ഗീബത്തോ നമ്മളൊരാളെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഉള്ളത് തന്നെയായിരിക്കും. ഒരു വർത്താനുണ്ട്, ഞാൻ റമളാനായിട്ട് മറ്റുള്ളവന്റെ ഗീബത്ത് പറയല്ലോ. അതാദ്യം ഒരു നുണയാണ്. ആ നുണ പറഞ്ഞിട്ടാണ് പിന്നെ ഗീബത്ത് പറയും. അപ്പൊ രണ്ട് കുറ്റായി. ആദ്യം തന്നെ അതൊന്നും പറയാതെ ഗീബത്തെ പറഞ്ഞിരുന്നെങ്കിൽ കുറ്റം മാത്രം ഉണ്ടാവുള്ളൂ. ഇത് ആദ്യം തന്നെ പറയാം, റമളാനായിട്ട് നോമ്പ് വെച്ചിട്ട് ഖുർആൻ ഓതിയിട്ട് തറാവിസ്കരിച്ചിട്ട് ഞാൻ ഗീബത്ത് പറയല്ലോ എന്ന് പറഞ്ഞിട്ടാ തുടങ്ങുക. എന്നിട്ട് ഇങ്ങോട്ട് തുടങ്ങും സുബ്ഹാനല്ലാഹ്. മറ്റുള്ളവരെ കുറിച്ച് ഉള്ളതാകട്ടെ ഇല്ലാത്തതാകട്ടെ മറ്റുള്ളവരിഷ്ടപ്പെടാത്ത വിഷയങ്ങൾ പറയുന്നത് അത് ഗീബത്താണ്. നമ്മെ ഒരിക്കലും തന്നെ അല്ലാഹു തആല അതിനെ ഏൽപ്പിച്ചിട്ടില്ല. ഒരാളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചെയ്ത തെറ്റ് നാട്ടിലെ കടകളിലും പീടികയിലും അതുപോലെ തന്നെ സ്കൂൾ പരിസരത്തും എല്ലാ സ്ഥലത്തും പോയിട്ട് നോട്ടീസ് അടിക്കാൻ ഒരു കമ്മിറ്റി നമ്മൾ ഏൽപ്പിച്ചിട്ടില്ല. അപ്പണി നമ്മൾ എടുക്കേണ്ടതില്ല. ഒരാളൊരു പാപം ചെയ്തത് മറ്റൊരാളോട് നമ്മൾ അറിയിക്കേണ്ടതില്ല. അല്ലാഹു തആല മറ്റുള്ളവരുടെ അയ്ബുകള്, മറ്റുള്ളവരിൽ നിന്നുണ്ടായ തെറ്റുകള് നമ്മൾ അറിഞ്ഞാൽ തന്നെ അത് രഹസ്യമാക്കി വെച്ചാൽ അല്ലാഹു നമ്മുടെ തെറ്റുകളും അയ്ബുകളും നാളെ മഹ്ശറാവൻസഭയിൽ വരുന്ന രഹസ്യമാക്കി വെക്കും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് ഉള്ളതാവട്ടെ ഇല്ലാത്തതാവട്ടെ അന്യന്റെ ഗീബത്ത് പറഞ്ഞ് നമ്മുടെ ആഖിറം നഷ്ടപ്പെടുത്തണ്ട. പറഞ്ഞു വന്നത് ഇലൈബിന്റെ പ്രഗൽഭനായ ശിഷ്യന് വിക്രതല്ലാതെ മരണപ്പെട്ടതിന്റെ കാരണം അയാൾ പറയുകയാണ്, 3 തെറ്റ് ഞാൻ ചെയ്തുപോയി. ഒന്നാമത്തേത് ഒന്നാമത്തത് നിയമത്താണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു സഹോദരിയുടെ കൂടെ ഒരു വഴിയോരത്തിലൂടെ യാത്ര ചെയ്യുമ്പോ 2 ഖബറുകളെ നബിതങ്ങളെ കാണുകയാണ്. കൂടെയുള്ള സ്വഹാബത്തിനോട് നബിതങ്ങൾ പറയുകയാണ്, അല്ലോ സ്വഹാബാക്കളേ, ഈ 2 ഖബറിന്റെ ഉള്ളിലുള്ള ഖബറാളികള് വല്ലാതെ ഭയാനകരമായി ശിക്ഷിക്കപ്പെടുന്നു. ഞാനെന്റെ കണ്ണുകൊണ്ട് ഇവിടെ നിന്ന് കാണുകയാണ്. ഈ ഖബറിന്റെ ഉള്ളിലുള്ള ഖബറാളുകൾ ശിക്ഷിക്കപ്പെടുന്ന രംഗ് ഞാനിവിടെ നിന്ന് പുറത്തു നിന്ന് അറിയുന്നുണ്ട് സഹാബ. പക്ഷേ അവർ ശിക്ഷിക്കപ്പെടുന്നത് അവരുടെ ഭാഷയിൽ ഒരു വലിയ തെറ്റല്ല, അല്ലാഹുവിന്റെ അടുക്കലൊരു വലിയ പാപമാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് സുഹൃത്ത് ചോദിച്ചു, ഇവർ 2 പേരും ശിക്ഷിക്കപ്പെടാനുള്ള തെറ്റെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒന്നാമത്തെ വ്യക്തി അവൻ നമീമത്ത് പറയുന്നവനാണ്, അവൻ നന്നാണ്, നമീമത്ത് പറയുന്നവനാണ്, വേഷന് പറയുന്നവനാണ്. രണ്ടാമത്തവനോ അവൻ മൂത്രമൊഴിച്ചാൽ മലമൂത്ര വിസർജനം നടത്തിയാൽ വേണ്ടതുപോലെ മനോഹരം ചെയ്യാത്തവനാണ്. നമ്മുടെ ഭാഷയിൽ ഒരു ചെറിയ ഒരു തെറ്റാ സഹോദര, പക്ഷേ അല്ലാഹുവിന്റെ സമീപത്ത് ഇത് വലിയ പാപമാണ് കേട്ടോ. ഇവയില് തങ്ങളോട് തന്റെ ശിഷ്യന് പറയുന്നു, ഒന്നാമത് ഞാൻ ചെയ്ത തെറ്റിന് നീമത്താണ്. എന്റെ
ഞാനും നിങ്ങളും സംസാരിച്ചതിന്റെ നേരെ എതിര് എന്റെ ശരീക്കന്മാരോട് കൂട്ടുകാരോട് പോയിട്ട് പറയും. എന്നിട്ട് ശരീക്കന്മാർക്ക് എന്റെ കൂട്ടുകാർക്ക് നിങ്ങളോട് ഞാൻ വെറുപ്പുണ്ടാകും. അവര് പറഞ്ഞതിന്റെ നേരെ എതിര് ഉസ്താദിനോടും എന്ന് പറയും. എന്നിട്ട് ഉസ്താദിന്റെ മനസ്സില് എന്റെ കൂട്ടുകാരെ കുറിച്ച് ഉസ്താദിന്റെ ശിഷ്യന്മാരെ കുറിച്ച് വെറുപ്പുണ്ടാക്കും. അങ്ങനെ നമീമത്തിന്റെ പരിപാടി നമീമത്ത് പറഞ്ഞിരുന്നു എന്നതാണ് ഞാൻ ഈ രൂപത്തിൽ വിക്രതെല്ലാം കഴിയാറ് മരണപ്പെട്ടതിന്റെ ഒന്നാമത്തെ കാരണം. രണ്ടാമത്തേത് അയൽപക്കത്തെ വീട്ടിലെ ചെറുപ്പക്കാരന് വിസ വന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നപ്പുറത്തെ വീട്ടിലെ അയൽവാസിയായ വല്യമ്മാക്കം ഓൻക്ക് വിസ വന്നിട്ടുണ്ട്. നമ്മളെ കുട്ടിക്ക് ഒരുപാട് കാലായി ഒരു വിസക്ക് പറഞ്ഞിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്. മറ്റുള്ളവരോട് അസൂയ കാണിക്കുക എന്നത്, ഹസദ് വെക്കുക എന്നത് അത് ഈമാൻ നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനമാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തി, വലാ യജ്തമിഉ ഫീ ജൗഫി അബദിൻ അൽ ഈമാൻ വൽ ഹസദ്. ഒരു മനുഷ്യന്റെ ഹൃദയത്തില് ഈമാനും ഹസദും രണ്ടും സമ്മേളിക്കുകയില്ല. ഈമാനുണ്ടെങ്കിൽ അവിടെ ഹസദ് ഉണ്ടാവുകയില്ല. അസൂയയുണ്ടെങ്കിൽ അവന്റെ ഹൃദയത്തിൽ ഈമാനുണ്ടാവുകയില്ല. ഒരു അടിമയുടെ ഹൃദയത്തിൽ ഒരുമിച്ചുകൂടേന അൽ ഈമാനു വൽ ഹസദ്. ഈമാനും അസൂയയും വിശ്വാസവും ഹസദും രണ്ടും കൂടി ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഓ ജനങ്ങളേ, നിങ്ങൾ അസൂയയെ സൂക്ഷിക്കണേ. കാരണം അസൂയ എന്ന് പറയുന്നത് എല്ലാ നന്മകളെയും തിന്നുന്നതാണ്, എല്ലാ നന്മകളെയും കാർന്നു തിന്നുന്നതാണ്. അല്ലയോ ഉമ്മമാരെ, നിങ്ങൾ നിങ്ങളെ വീട്ടിലെ ഭക്ഷണം പാകം ചെയ്യുന്നതിനു വേണ്ടി അടുപ്പിൽ തീകൂട്ടാറില്ലേ? അങ്ങനെ തീകൊടുക്കുന്ന സമയത്ത്, അടുപ്പിൽ തീവച്ച സമയത്ത് ആ തീ എപ്രകാരമാണോ അതിലുള്ള വിറകുകൾ തിന്നു തീർക്കുന്നത് എങ്കിൽ അതേ രൂപത്തില് അസൂയുള്ള ഹൃദയം അവന്റെ മുഴുവൻ നന്മകളെയും തിന്നു തീർക്കുന്നതാണ്, കാരണമൊന്നുള്ളതാണ്. വിശാലമായ മനസ്സുണ്ടാകണം, അപ്പോഴേ ആഖിറത്തെ രക്ഷപ്പെടാൻ കഴിയൂ. യൗമലായം ഫൗമാലും വലാ ബനൂൻ ഇല്ലാ മൻ അല്ലാഹ ബിഖൽബിൻ സലീം. പരിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തി. ഇവിടെ എത്ര സ്വതക്ക നൽകിയിട്ടും കാര്യമില്ല, അതുപോലെ ധാരാളം മക്കളുണ്ടായിട്ട് കാര്യമില്ല, അവരെ ഭൗതികപരമായി വലിയ വിദ്യാഭ്യാസം കൊടുത്ത് ഉയർത്തിയതുകൊണ്ട് ഒരു ഗുണമില്ല. യൗമലായം സഹുമാലും ബലാപദൂൻ. നമ്മുടെ സമ്പത്തും അതുപോലെ സന്താനങ്ങളും രണ്ടും ഉപകരിക്കാത്ത ഒരു ദിവസം വരുന്നുണ്ട്. ആർക്കും ഉപകരിക്കുകയില്ല. ഇല്ലാമന്നല്ലാഹ ബിഖൽബിൻ സലീം. നല്ല വിശാലമായ ഹൃദയമുള്ളവര്, അസൂയ കടന്നു വരാത്ത, അതുപോലെ തന്നെ കിബർ കടന്നു വരാത്ത, ഉജ്ജ് കിടക്കാത്ത, റിയൽ കിടക്കാത്ത വിശാലമായ ഹൃദയമുള്ളവരുണ്ടല്ലോ, ആ ഹൃദയമുള്ളവർക്ക് മാത്രമേ സമ്പത്തുകളും സന്താനങ്ങളും ഉപകരിക്കുകയുള്ളൂ.
അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം സ്വഹാബത്തിന്റെ അടുക്കലിരുന്ന് ക്ലാസ് എടുക്കുകയാണ്. ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് തങ്ങൾ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയിരുന്ന് അതാ ഒരു ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ള ക്ലാസ് എടുക്കുകയാണ്. അപ്പോഴാണ് നബി തങ്ങൾ പറയുന്നത്, അലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന. ഓ ജനങ്ങളെ, ശഹീദത്തെ, ഇപ്പം സരസിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വരും. അയാൾ സ്വർഗ്ഗത്തിന്റെ അവകാശിയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മുൻകൂട്ടി തന്നെ മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ പറയുകയാണ്, ഈ സരസിലേക്ക് ഒരാളിപ്പോൾ കടന്നു വരൂ, അയാൾ സ്വർഗ്ഗത്തിന്റെ അവകാശിയാണ്. فطلع رجل من الأنصار تنتفل بيده من ضلوعه ضلوع ചെയ്തിട്ട് താടിയിലൂടെ വഹാബി കുറച്ചു സമയം കഴിയുമ്പോ ആ സദസ്സിലേക്ക് വരികയാണ്. അദ്ദേഹത്തിന്റെ ഇടത്തെ കയ്യിൽ ചെരിപ്പൂരി പിടിച്ചിട്ടുണ്ട്. അന്ന് ക്ലാസ് കഴിഞ്ഞു. അയാൾ ക്ലാസ്സിൽ അവിടെ വന്നിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സ്വഹാബത്തിനുമൊക്കെ സലാം പറഞ്ഞു. കുറച്ചുനേരം ക്ലാസ്സിലിരുന്നു. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞുപോയി. രണ്ടാമത്തെ ദിവസവും ക്ലാസിന്റെ സമയത്തിന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടയ്ക്ക് വെച്ച് പറഞ്ഞു, യത്ലുൽ ആന മിൻ റജുലിൻ മിൻ അഹ്ലിൽ ജന്ന. ഇപ്പോൾ ഈ സദസ്സിലേക്ക് സ്വർഗ്ഗത്തിന്റെ അവകാശിയായ ഒരാൾ കടന്നു വരും. സ്വഹാബത്ത് ഇങ്ങനെ വീക്ഷിക്കുകയാണ്, ആരാ വരുന്നയാള്. ഇന്നലെ വന്നത് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ ഒരാൾ വന്നു, ഇന്ന് ആരായിരിക്കുന്നു സ്വർഗ്ഗത്തിന്റെ അവകാശി? അപ്പോഴാണ് നബിതങ്ങളുടെ സന്നിധിയിലേക്ക് ഇന്നലെ വന്ന അതേ സഹോദരൻ തന്നെ റസൂലുള്ളാഹിന്റെ സദസ്സിലേക്ക് ഉടനെ വരുന്നു. അന്നും ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞുപോയി. മൂന്നാമത്തെ ദിവസമായപ്പോ കാലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്ല മഖാലതിഹി അയ്വാ. ഇന്നലെയും മിനിഞ്ഞാനും നബിതങ്ങൾ പറഞ്ഞത് അതേ വാചകം അല്ലാഹുവിന്റെ റസൂൽ തങ്ങൾ പറയുകയാണ്, അലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന. സ്വർഗ്ഗത്തിന്റെ അവകാശിയായ ഒരു ചെറുപ്പക്കാരന് ഈ സദസ്സിലേക്ക് ഇപ്പോൾ കടന്നു വരുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ തങ്ങൾ പറഞ്ഞു തീർന്നതേയുള്ളൂ. അതാ വരുന്നു. ഒന്നാമത്തെ ദിവസം എങ്ങനെയാണ് വന്നത് ഈ ചെറുപ്പക്കാരന്, അതേ രൂപത്തിൽ അതേ ചെറുപ്പക്കാരൻ തന്നെ റസൂലുള്ളാഹിന്റെ സന്നിധിയിലേക്ക് വരുന്നു. അല്ലാഹുവിന്റെ റസൂൽ തങ്ങളെ ക്ലാസ് കഴിഞ്ഞ് സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോയപ്പോ സ്വഹാബത്ത് മുഴുവനും പിരിയുന്ന സമയത്ത് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് തങ്ങള് അല്ലാഹുവിന്റെ റസൂല് സ്വർഗ്ഗത്തിന്റെ അവകാശിയാണെന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കപ്പെട്ട സമയത്ത് റസൂലുള്ളാഹിന്റെ സദസ്സിലേക്ക് കടന്നു വന്ന ആ ചെറുപ്പക്കാരനുണ്ടല്ലോ, അയാളുടെ സമീപത്ത് അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് തങ്ങൾ ചെന്നിട്ട് സലാം പറഞ്ഞിട്ട്, അപ്പോ അല്ലേ പ്രിയപ്പെട്ട കൂട്ടുകാരാ, എനിക്കൊരു 3 ദിവസം നിങ്ങളെ വീട്ടിൽ താമസിക്കാനുള്ളൊരു സൗകര്യം ചെയ്തു വരുമോ? ഒരു 3 ദിവസം എന്റെ വീട്ടിൽ പോകാൻ എനിക്ക് സാധിക്കൂല, എന്റെ വീട്ടിൽ താമസിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഒരു 3 ദിവസം നിങ്ങളെ കൂടെ ഞാൻ വീട്ടിൽ താമസിക്കട്ടെ എന്ന് അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് തങ്ങൾ പറയുമ്പോ അയാള് സമ്മതം കൊടുത്തു. എന്റെ കൂടെ വരേന്ന് പറഞ്ഞ് അബ്ദുല്ല തങ്ങളുടെ കൈപിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാ. ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് തങ്ങൾ പറയുന്നു, ഫകാന അബ്ദുല്ല യുഹദ്ദിസു അന്നഹു ബാതമാഹു തിൽക സലാസൽ ലയാലിയ
അബ്ദുല്ലാഹിബ്നു റളിയല്ലാഹു അൻഹു 3 ദിവസം ഈ സഹാബി വര്യന്റെ കൂടെ ആ വീട്ടിൽ താമസിക്കുന്നു. 3 ദിവസം ഈ സഹാബിയുടെ വീട്ടില് അബ്ദുല്ലാഹിബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു താമസിച്ചു. എന്തിനാ താമസിച്ചത്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, സ്വർഗ്ഗത്തിന്റെ ഒരു അവകാശി ഇപ്പോൾ നിങ്ങളെ സമീപത്ത് വരുമെന്ന്. 3 തവണ നബി തങ്ങൾ അത് പറഞ്ഞപ്പോഴും പറഞ്ഞത് ഈ സഹോദരനാണ്. അതുകൊണ്ട് ഇയാൾ സ്വർഗ്ഗത്തിന്റെ അവകാശിയാകാൻ മാത്രം വലിയ ഗുണം ചെയ്ത വലിയ അമൽ എന്താണ് ഇയാളുടെ കൈവശമുള്ളത് എന്നറിയാൻ വേണ്ടി അബ്ദുല്ലാഹിബ്നു അംർ ബിൻ ആസ് തങ്ങള് അയാളെ കൂടെ വളരെ സൂത്രത്തോടുകൂടെ വളരെ സൂത്രശാലിയായി തന്ത്രശാലിയായി എന്റെ വീട്ടിലൊരു 3 ദിവസം പോകാൻ പറ്റൂല, ഞാൻ ബാപ്പയുമായിട്ട് ചെറിയ പിണക്കത്തിലാണ്, ഞാൻ ഇങ്ങോട്ട് 3 ദിവസം വരൂല്ല എന്ന് പറഞ്ഞിട്ടാ തോന്നിട്ടുള്ളത്. അതുകൊണ്ട് എനിക്കൊരു 3 ദിവസം നിങ്ങളെ വീട്ടിൽ താമസിക്കാൻ സൗകര്യം ചെയ്തു തരുമോ എന്ന് ചോദിച്ച് അയാളെ ഒപ്പം കൂടി വീട്ടിൽ ചെന്ന് 3 ദിവസം താമസിച്ചു. 1-ാമത്തെ ദിവസവും ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നിറങ്ങാൻ സമയമായപ്പോ അബ്ദുല്ലാഹിബ്നു അംർ ബിൻ ആസ് തങ്ങൾ ഇങ്ങനെ പ്രതീക്ഷിക്കുക, ഇന്ന് രാത്രി ഇയാൾ എന്തൊക്കെയായിരിക്കും ചെയ്യുണ്ടാവുക? ഫുള്ള് നിസ്കാരായിരിക്കും, അതല്ലെങ്കിൽ ഖുർആൻ ഓതുകയായിരിക്കും, സ്വലാത്ത് ചൊല്ലുകയായിരിക്കും, അങ്ങനെ എന്തെല്ലാം അമലുകൾ ഇദ്ദേഹം ചെയ്യുന്നുണ്ടാകും. അതെല്ലാം ഒന്ന് നോട്ട് ചെയ്യണം, എന്നിട്ട് അതെല്ലാം എനിക്കും ജീവിതത്തിൽ പകർത്തണം, ഞാനും സ്വർഗത്തിന്റെ അവകാശിയാകുമല്ലോ എന്ന് ചിന്തിച്ച് അബ്ദുള്ള റളിയല്ലാഹു അൻഹു രാത്രി ഭക്ഷണം കഴിച്ചിങ്ങനെ കിടക്കുകയാണ്. തന്റെ സുഹൃത്ത് എന്തെല്ലാം ചെയ്യുമെന്ന് വീക്ഷിക്കുന്നതിന് വേണ്ടി. അപ്പോഴാ മറ്റേയാള് സുഖായിട്ട് പോയിട്ട് കിടക്കുന്ന സമയത്തുള്ള ദിക്റൊക്കെ ചൊല്ലിയിട്ട് ആള് സുഖായിട്ട് അങ്ങോട്ട് കിടന്നുറങ്ങും. അയാൾ സുഖമായിട്ട് കിടന്നുറങ്ങി. കിടക്കുന്ന സമയത്ത് കുറച്ച് ദിക്റുകളും ഔറാദുകളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം അദ്ദേഹം നിർവഹിച്ച് സുഖമായി കിടന്നുറങ്ങി. അപ്പോഴും അബ്ദുള്ള റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, എന്നാൽ രാത്രി കുറച്ച് സമയം കഴിഞ്ഞിട്ട് അദ്ദേഹം എഴുന്നേൽക്കുമെന്ന്. രാത്രിയിൽ ഉറങ്ങാതെ കാത്തിരുന്നു. ഇല്ല, സുബഹി ബാങ്ക് വിളിക്കുമ്പോ ഇയാള് പുറത്തൊക്കെ തട്ടി മാറ്റി പായയിൽ നിന്ന് മെല്ലെ എഴുന്നേറ്റ് വന്ന് വുളൂ ചെയ്ത് സുബഹി നിസ്കരിച്ചു. രാത്രി ഒന്നുമില്ല. പകല് സമയമാണെങ്കിലോ നോമ്പുണ്ടോന്നില്ല, അതുമില്ല, പകലൊരു നോമ്പുമില്ല. 3 ദിവസവും ഇത് തന്നെ. ഇതല്ലാതെ വേറെ ഒന്നും അയാളുടെ ജീവിതത്തിൽ കാണാനില്ല. ഫർളായ നിസ്കാരങ്ങള്, അതുപോലെ സുന്നത്തായ മറ്റു റവാത്തിബ് സുന്നത്തുകള്, ഇങ്ങനെ വളരെ ചുരുങ്ങിയ അമലുകൾ അല്ലാതെ, വളരെ പ്രധാനപ്പെട്ട അമലുകളല്ലാതെ വേറെ ഒരു പ്രത്യേക അമലുകൾ വ്യക്തിയുടെ കൈവശമില്ല. അല്ലാഹുവിന്റെ റസൂൽ ഇദ്ദേഹത്തിനെ കുറിച്ചാണ് അയാൾ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് വിശേഷിപ്പിച്ചത്. 3 രാത്രിയും കഴിഞ്ഞപ്പോൾ അബ്ദുല്ലാഹിബ്നു അംർ ബിൻ ആസ് തങ്ങൾ അടുത്ത് ചെന്നിട്ട് പറയുകയാണ്, യാ അബ്ദുല്ലാ, അല്ലയോ പ്രിയപ്പെട്ട കൂട്ടുകാരാ, ലം യകുൻ ബൈനീ വ ബൈന അബീ ഗലബ്, എന്റെ പിതാവിന്റെയോ എന്റെയോ ഇടയിലൊരു പ്രശ്നവുമില്ല. ഞാനും എന്റെ ബാപ്പയും തമ്മിൽ പണക്കത്തിലല്ല, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ولكن سمعت رسول الله صلى الله عليه وسلم يقول لك 3 مرات يتلو عليكم الآن رجل من أهل الجنة. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് 3 ദിവസവും 3 തവണയോ നിങ്ങൾ വരുന്നതിന്റെ മുമ്പ് നിങ്ങളെ കുറിച്ച് പറഞ്ഞത് സ്വർഗ്ഗത്തിന്റെ ഒരു അവകാശി സരസിലേക്ക് വരുമെന്ന് പറഞ്ഞു. فطلعت أنت 3 مرات. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിത് പറഞ്ഞു 3 സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിലേക്ക്, ആ സദസ്സിലേക്ക് വന്നത് നിങ്ങളാണ്.
നിങ്ങളെക്കുറിച്ച് ഒരുവങ്ങൾ പറഞ്ഞത് സ്വർഗത്തിന്റെ അവകാശിയാണെന്നാണ്. അതുകൊണ്ട് നിങ്ങൾ എന്താണ് സ്വർഗത്തിന്റെ അവകാശിയാകാൻ മാത്രം പര്യാപ്തമായ കർമ്മം നിങ്ങളുടെ അടുക്കൽ എന്താണെന്നറിയാനാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഈ 3 രാത്രിയും താമസിച്ചതെന്ന് പറയുമ്പോ ബലഗതിക മാ ഖാല റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നിങ്ങൾ സ്വർഗ്ഗത്തിന്റെ അവകാശിയാണെന്ന് പ്രഖ്യാപിച്ചല്ലോ, അതിന് മാത്രം നിങ്ങളെ കൈവശമുള്ള ഇബാദത്ത് എന്താണെന്ന് അബ്ദുല്ലാഹ് ഇബ്നു ഉംർ ഇബ്നു നാസിർ ചോദിക്കുമ്പോ അയാള് അബ്ദുല്ലാഹ് മറുപടി പറയുകയാണ്, നിങ്ങൾ എന്റെ കൂടെ കൂടിയിട്ട് കണ്ട ഇബാദത്തല്ലാതെ വേറെ ഒരു കർമ്മവും എന്റെ കൈവശം ഇല്ല. ഫലമ്മാ വല്ലയിപ്പോ ഞാൻ ആ കൂട്ടുകാരന്റെ വീട്ടിൽ നിന്ന് തിരിഞ്ഞു പോരാൻ വേണ്ടി തിരിഞ്ഞു നടക്കുമ്പോൾ എന്റെ കോട്ടുകളിൽ എന്റെ കൂട്ടുകാരൻ വിളിക്കുകയാണ്. വിളിച്ചിട്ട് എന്നോട് പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ സ്വർഗ്ഗത്തിന്റെ അവകാശിയാണെന്ന് പ്രഖ്യാപിക്കാൻ മാത്രം ഇബാദത്ത് എന്റെ കൈവശം ഉള്ളത് നിങ്ങൾ കണ്ടതല്ലാതെ വേറെയൊന്നുമില്ല. غير أني لا أجد في نفسي لأحد من المسلمين غشا ولا أحسد أحدا على خير أعطاه الله إياه. പക്ഷേ വേറെ ഒരു ഇബാദത്തും എന്റെ കൈവശമില്ല. എന്നാലും ഒരു മുസ്ലിമിനോടും എന്റെ മനസ്സിലൊരു വെറുപ്പില്ല. എന്റെ കൈവശം വേറെയൊന്നുമില്ല. 2 ഗുണം എനിക്കുണ്ട്, 2 മനസ്സ് എനിക്കുണ്ട്. എന്താണിത്? ഒരു മുസ്ലിമിനോടും എനിക്കൊരു വെറുപ്പും ഇതുവരെ വന്നിട്ടില്ല. എന്റെ ഹൃദയത്തിൽ ഞാൻ ഒരാളെയും വെറുത്തിട്ടില്ല, ഒരാളോടും എനിക്ക് വെറുപ്പ് തോന്നിയിട്ടില്ല, ആരെയും ഞാൻ പുച്ഛിച്ചിട്ടില്ല, ഒരാളെയും ഞാൻ നിസാരപ്പെടുത്തിയിട്ടില്ല. വലാ അഹ്സുദു അഹദൻ അലാ ഖൈരിൻ അഅതാഹുല്ലാഹു ഇയ്യാഹ്. അല്ല ഒരാൾക്കൊരു ഗുണം ചെയ്തതിന്റെ പേരിലോ എന്റെ മനസ്സിൽ ഒരു അസൂയയും വന്നിട്ടില്ല. ഒന്ന്, ഒരാളോട് എനിക്കൊരു വെറുപ്പുണ്ടായിട്ടില്ല. വേറെ ഒന്ന്, മറ്റൊരാൾക്കൊരു നന്മ കിട്ടിയതിന്റെ പേരില് എന്റെ ഹൃദയത്തിൽ ഇന്നേ വരെ ഒരു അസൂയയും എനിക്കുണ്ടായിട്ടില്ല. അല്ലാഹു തആല കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മനസ്സ് നന്നാക്കി തരുമാറാകട്ടെ. മറ്റൊരാളോട് അസൂയ വെക്കാത്ത ഹൃദയം അത് വലിയൊരു ഹൃദയമാണ്. ആ ഹൃദയമുള്ളവന് തീർച്ചയാണ് അവൻ ഈമാനുണ്ട്, അവന്റെ ഹൃദയത്തിൽ ഈമാനുണ്ട്. ഈമാനും ഇതുപോലെ അസൂയയും രണ്ടും കൂടി ഒരൊറ്റ ഹൃദയത്തിലും സമ്മേളിക്കുകയില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞു വന്നത് വിശദീകരിക്കുന്നില്ല. ഹുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ ശിഷ്യന്, അരുമ ശിഷ്യന് ദിക്റ് ചെല്ലാൻ കഴിയാതെ അയാൾ പരസ്യമായിട്ട് ഹുദൈൽ റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ ഇതിൽ നിന്ന് രാജിവെച്ചിട്ടുണ്ട്, ഞാൻ മുസ്ലിമല്ല, അമുസ്ലിമായിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ മനുഷ്യന് ചത്തുപോയി. അതിന്റെ കാരണം അയാൾ ചെയ്ത തെറ്റ്, ഒന്ന് നമീമത്ത്, രണ്ടാമത്തേത് അസൂയയാണ്, ഹസദ. മൂന്നാമത് ഹുദൈൽ റളിയല്ലാഹു അൻഹുവിനോട് ആ ശിഷ്യൻ പറയുകയാണ്, വസ്സാലിഫ്, ഓ പ്രിയപ്പെട്ട ഉസ്താദേ, മൂന്നാമത് ഞാൻ ചെയ്ത തെറ്റെന്താണ്? കാനലീഇല്ലത്തിനും എനിക്കൊരു രോഗമുണ്ടായിരുന്നു. ആ രോഗം വന്നപ്പോൾ ഞാൻ പല ഡോക്ടർമാരെയും സമീപിച്ചു. ഡോക്ടർമാര് പല ചികിത്സയും നടത്തി, മാറിയില്ല, അസുഖം സുഖപ്പെട്ടില്ല. അവസാനം ഒരു വൈദ്യനെ സമീപിച്ചപ്പോൾ ആ വൈദ്യനോട് പറയുകയാണ്, നിങ്ങളുടെ അസുഖം സുഖപ്പെടണമെങ്കിൽ, ഭേദമാകണമെങ്കിൽ നിങ്ങളൊരൽപ്പം മദ്യം കഴിക്കണം, ലഹരി ഉപയോഗിക്കണം, അല്ലാതെ നിങ്ങളുടെ അസുഖം മാറൂല. സുബ്ഹാനല്ലാഹ്. ടെൻഷൻ മാറാൻ വേണ്ടി
അല്ലേ? വലിയ കച്ചവടം തുടങ്ങിയിട്ട് വലിയ ബിസിനസ് തുടങ്ങിയിട്ട് പരാജയപ്പെട്ടു. അപ്പോ ആകെ ടെൻഷൻ അടിച്ച് നടക്കുക, സാമ്പത്തികമായ വലിയ പ്രയാസം അനുഭവിക്കുമ്പോ, ടെൻഷൻ അടിച്ച് നടക്കുമ്പോ കൂട്ടുകാരുപദേശിക്കുക, നീ കുറച്ചൊക്കെ മയക്ക് മരുന്ന് ഉപയോഗിക്കണം, മദ്യം ഉപയോഗിക്കണം, അതല്ലെങ്കിൽ ജീവിതം ആകെ താറുമാറായി പോകും. സുബ്ഹാനല്ലാഹ്, എന്തൊരു വലിയ വിപത്താണിത്! എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ച ആയത്ത് നമ്മൾ ചെറുപ്പകാലം മുതൽ തന്നെ കേട്ടുവരുന്നതല്ലേ? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയത്തിന് ശാന്തി ലഭിക്കാൻ അല്ലാഹുവിനെ സ്മരിക്കുക എന്നതാ, ദിക്ർ ചൊല്ലുക എന്നതാ, സ്വലാത്ത് ചൊല്ലുക എന്നതാ, പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുക, നിസ്കാരം നിർവഹിക്കലാണ്. അറിയുമോ ബഹുമാനപ്പെട്ട ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് കാലിന് പഴുപ്പ് കയറിയിട്ട് ആ പഴുപ്പ് മേൽപോട്ട് കയറുമ്പോ വൈദ്യന്മാരെ സമീപിച്ചു. എല്ലാ വൈദ്യന്മാരും പറഞ്ഞു, ഇതിന് ചികിത്സയില്ല, കാലിന്റെ വിരൽ മുറിക്കുകയല്ലാതെ വേറെ മാർഗമില്ല. കാലിന്റെ ഈ ഭാഗം മുറിച്ചു കളഞ്ഞിട്ടില്ലെങ്കിലും ഈ പഴുപ്പ് മേൽപോട്ട് കയറും, കണ്ണൻകാലിന് കയറും. ഒരു പക്ഷെ അവിടെ നിന്നും കയറിയിട്ട് കുടയിലേക്ക് കയറും, ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് അത് വ്യാപിക്കും. അതുകൊണ്ട് ഉറവത്തിന് സുബൈരങ്ങളെ, നിങ്ങളുടെ ഈ പഴുപ്പ് വന്ന ഭാഗം മുറിച്ചു കളയാം, അതല്ലാതെ വേറെ മാർഗമില്ല. അവസാനം സമ്മതം കൊള്ളുകയാണ്. അതാ നല്ല മൂർച്ചയുള്ള ആയുധം കൊണ്ടുവരികയാണ്. ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ഹോസ്പിറ്റലുകളോ അതല്ലെങ്കിൽ ആധുനിക സജ്ജീകരണങ്ങളോ അന്ന് തങ്ങളുടെ കാലഘട്ടത്തിലില്ല. ബഹുമാനപ്പെട്ടവരുടെ കാലിന്റെ വിരല് മുറിക്കണോ, പച്ചയായ ശരീരത്തിൽ നിന്ന് പഴുത്തു നിൽക്കുന്ന അവയവം മുറിച്ചു മാറ്റണോ, ഡോക്ടർമാര് മൂർച്ചയുള്ള ആയുധം കൊണ്ടുവച്ചിട്ട് ഉറവത്തിന് സുബൈരങ്ങളോട് പറയുകയാണ്, കാലിന്റെ വിരല് മുറിക്കുമ്പോ നിങ്ങളെ ശരീരത്തിനത് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാവരും ഇത്തരം ഘട്ടം വരുന്ന സമയത്ത് ചെയ്യാറുള്ളത് മദ്യപിക്കലാണ്, ലഹരി ഉപയോഗിക്കലാണ്. അതുകൊണ്ട് ഉറവത്തിന് സുബൈറെ, നിങ്ങളുടെ ഈ വിരല് മുറിക്കാൻ വേണ്ടിയെങ്കിലോ ഒരൽപ്പം മദ്യം നിങ്ങൾ കഴിക്കണമെന്ന് ഉറവറിയാകുന്നതിനോട് അതാ ഡോക്ടറിനോട് നിർദ്ദേശിക്കുന്ന സമയത്ത് ഉറവത്തിന് സുബൈറിയല്ലാകുന്നു അവരോട് പറയുകയാണില്ല. والله ما كنت أظن أن هذا يشرب شرابا أو يأكل شيئا يذهب عقله. ഡോക്ടർമാരെ, വേണ്ട വേണ്ട, എന്റെ അവയവം മുറിക്കാൻ നിങ്ങളൊരിക്കലും ഒരു മദ്യവും എനിക്ക് നൽകണ്ട, ഒരു മയക്കുമരുന്നും എനിക്ക് നൽകണ്ട, ഒരു ലഹരിയും എനിക്ക് നൽകണ്ട. പകരം ഞാൻ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിയാൽ നിങ്ങൾ എന്റെ കാലിന്റെ വിരല് മുറിച്ചോ, എന്റെ അവയവം മുറിച്ചോ, ഞാൻ അറിയുകയില്ല. കാരണം എന്റെ റബ്ബിനുള്ള കണക്ഷനിലെന്ന് ഞാൻ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എന്നെ എന്ത് ചെയ്താലും ഞാൻ അറിയൂല. അവിടെ നിന്ന് 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി നീയത്തും തക്ബീറത്തുൽ ഹറാമുകളിട്ടങ്ങ് കൈകെട്ടി അതായ ഐക്യന്മാരി വന്ന് ബഹുമാനപ്പെട്ട ഉറവപ്പെടുന്നങ്ങളുടെ അവയവത്തിൽ നിന്ന് മുറിക്കുന്നു.
പാലിന്റെ പഴുപ്പ് വന്ന ഭാഗം മാത്രമല്ല, അതിന്റെ മേൽഭാഗത്തു നിന്നുവെന്ന്, പഴുപ്പ് എത്താത്ത ഭാഗത്തിരുന്നു വന്ന് അതാ ഡോക്ടർമാർ സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഇതിന്റെ അംശങ്ങൾ അവിടെ ബാക്കി നിന്നിട്ടോ, അണുക്കള് ബാക്കി നിന്നിട്ടോ ഇനി അവയവത്തിൽ വീണ്ടും പഴുപ്പ് കയറാതിരിക്കാൻ വേണ്ടി പഴുപ്പ് നിൽക്കുന്ന ഭാഗത്തിന്റെ മേൽഭാഗത്തു നിന്ന് പച്ചയായ ശരീരത്തിൽ നിന്ന് ഒരു വെട്ടൊരു ചുടയിറല്ലാകുവന്നതിന്റെ കാല് മുറിച്ചു മാറ്റുകയാണ്. ഒരു വകങ്ങളിൽ ഉച്ചരിക്കുന്നു ഒരുവരവിയല്ലാതെ എന്ന് നിസ്കരിക്കുകയാണ്. മഹാനവറുകൾ ഈ സംഭവം അറിയുന്നില്ല. അതാ മഹാനവറുകളുടെ അവയവത്തിനൊരു പ്രശ്നവും പറ്റുന്നില്ല, ഒരു ചലനവും സംഭവിക്കുന്നില്ല, നിസ്കാരത്തിനൊരു ചലനവും സംഭവിക്കുന്നില്ല. ഈ ഡോക്ടർമാരി അവയവം മുറിച്ചു നോക്കിയിട്ട് ഒരുവത്തിന് ജുബൈരിതങ്ങള് വേദന സഹിക്കാൻ കഴിയാതെ കാലിട്ടടിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ടെൻഷൻ മാറുന്നതിനു വേണ്ടി അതേ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോ, കുടുംബത്തിന് വലിയ ദാമ്പത്യ ജീവിതത്തിന് പ്രതിസന്ധി നേരിടുമ്പോ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങളില് കൂട്ടുകാരുടെ ഉപദേശം കേട്ട് മോനെ നീ മദ്യപിക്കണ്ട, കാരണം എന്താണെന്നറിയുമോ? മദ്യപാനം എന്നത് അല്ലാഹുവിന്റെ റസൂൽ തങ്ങൾ പറയുകയാണ്, വമൻ മാത വഹുവ യശ്റബുൽ ഖംറ, ഒരു മദ്യപാനി മരിക്കുകയാണെങ്കിൽ സഖാഹുല്ലാഹു മിൻ നദിരിഹ, അവരെ അല്ലാഹു തആല അതാ ആഖിറത്തിലൊരു വെള്ളം കുടിപ്പിക്കുന്നു. മുഹറിൽ എന്ന സമുദ്രയിൽ നിന്ന് അല്ലാഹു തആല അവന് വെള്ളം കുടിപ്പിക്കുകയാണ്. വഹുവ മാഉൻ യജ്രി മിൻ ഫുറൂജിൽ വ്യഭിചാരികളായ സ്ത്രീകളുണ്ടല്ലോ, അവരുടെ ദുഃഖസ്ഥാനത്തിൽ നിന്ന് ലഭിക്കുന്ന വെള്ളമാണ് ഈ ഭൗതികമാകുന്ന ലോകത്ത് വെച്ച് മദ്യപാനം നടത്തിയവന്, ലഹരി ഉപയോഗിച്ചവന്, കല്ലുപിടിച്ചവന്, മയക്കുമരുന്ന് ഉപയോഗിച്ചവന് അല്ലാഹു തആല ആഖിറത്തിൽ വെച്ച് കുടിപ്പിക്കുന്നത് അശ്ലീലങ്ങൾ കാണിച്ച, മുൻകാരം കൊണ്ട് വേണ്ടാവൃത്തി പ്രവർത്തിച്ച വ്യഭിചാരികളായ സ്ത്രീകളുടെ മുൻകാരത്തിൽ നിന്ന് ലഭിക്കുന്ന വെള്ളമാണ് അവർക്ക് കുടിപ്പിക്കുന്നതെന്ന് ശഫീഉൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ തങ്ങൾ വീണ്ടും പറയുന്നു, അഹ്ലൻ നാരി റൂഹു ഫുറൂജിന്നാ, ആ വ്യഭിചാരികളുടെ മുൻചാരമുണ്ടല്ലോ, അവരുടെ ദുഃഖസ്ഥാനമുണ്ടല്ലോ, അതിന്റെ വൃത്തികെട്ട വാസന കൊണ്ട് നരകവാസികൾ പോലും പ്രശമിക്കുന്നുണ്ട്, നരകവാസികൾ പോലും പ്രയാസപ്പെടുന്നുണ്ട്. ഓ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും കൂട്ടുകാരന്, ഏതെങ്കിലും ചെറുപ്പന നിമിഷത്തില് ഒരാൽപ്പം മദ്യപാനം നടത്തിയിട്ടുണ്ടെങ്കിൽ, ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, മോനെ ആഖിറത്തിൽ ഇത്രയും നീചമായ വൃത്തികെട്ട വെള്ളം കുടിക്കേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മൾ വന്നു പോകുന്നതിന് മുമ്പ് അല്ലാഹുവിനോട് തൗബ ചെയ്ത് മാപ്പ് ചോദിച്ച് പൊട്ടിക്കരഞ്ഞ് പാതിരാത്രിയിൽ എഴുന്നേറ്റ് റബ്ബിനോട് മാപ്പ് ചോദിച്ച് റബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ വേണ്ടി ഒന്ന് മടങ്ങിക്കോ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വലിയ ധൈര്യത്തോട് കൂടെയാണ് മദ്യപാനത്തിനെ കുറിച്ച് വിശേഷിപ്പിച്ചത്. നിങ്ങൾ നോക്ക്, ഈ സുലൈബിന് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന് ഉസ്താദിനോട് പറയുകയാണ്, എനിക്കൊരു രോഗം എന്നപ്പോൾ ഞാൻ ഡോക്ടർമാരെ സമീപിച്ചു. അവരെല്ലാവരും എന്നോട് പറഞ്ഞു, പല ചികിത്സയും നടത്തിയിട്ട് അവസാനം പറഞ്ഞു, നിങ്ങൾ അസുഖം മാറണമെങ്കിൽ
മദ്യപിക്കാം. ലഹരി അറിയാതെ ഞാൻ ലഹരി ഉപയോഗിക്കാൻ തുടങ്ങി. മദ്യപാനം നടത്തി കള്ളുകുടിച്ചു. അതിന്റെ കാണാതെ മരിക്കുന്ന മരണപ്പെട്ടത് പരത്തുകയായിരുന്നല്ലോ. നീതിമാനായ പരമാധികാരിയാണ്. മഹാനവറുകൾ ഒരു ദിവസം നടന്നു പോകുമ്പോ അതാ വഴിയോരത്തിൽ നിന്ന് കുറെ ആളുകൾ ഒരു വീട്ടുമുറ്റത്ത് നിന്ന് കരയുമ്പോ ാണെന്ന് ചെന്നിട്ട് ചോദിച്ചു, എല്ലാ എന്ത് പറ്റിപ്പോയി, നിങ്ങളെന്താണ് ഇവിടെ നിന്ന് കരയുന്നത്? അവര് പറഞ്ഞു, മരിയവൻ എന്തനാ മരണമാക്കുന്നതായിട്ട് ഞങ്ങൾ വിക്രുവല്ലി കൊടുത്തു. പക്ഷേ അയാളെ സ്വീകൃതിയല്ലോ ആളുകളോട് പറഞ്ഞു, ഞാനിന്ന് നോക്കട്ടെ. ഉള്ളിലേക്ക്, വീട്ടിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഉള്ളിൽ തന്നെ ആരോപിക്കുന്നതിനകത്തില്ല ജീവിതത്തില് കൊടുത്തു. ഉമർബിനത്തില്ല ജീവിതങ്ങൾ പറയുകയാണ്, ഞാൻ ആവർത്തിച്ച് വിക്രുവല്ലി കൊടുത്തു. പക്ഷേ ഫലം യക്കുല്ല, വിക്ര അയാൾ ഏറ്റുവല്ലുന്നില്ല. അവസാനം ഫഫതഹ ഐനൈഹി വഖാല കഫറതു ബിലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പലതവണ വിക്ർ ചൊല്ലിക്കൊടുത്തപ്പോഴോ ആ സഹോദരൻ രോഗിയായ മരണമാസന്നനായ വ്യക്തിയത് ചൊല്ലുന്നില്ല. അവസാനം ഉമർ ഇബ്നു അബ്ദുൽ അസീസിനോട് പറയുകയാണ്, ഓ ഉമർ ഇബ്നു അബ്ദുൽ ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവിശ്വസിച്ചിരിക്കുന്നു, ഞാൻ മതം മാറിയിരിക്കുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ നിന്ന് അയാൾ അങ്ങനെ തന്നെ മരണപ്പെടുന്നു, ചത്തുപോകുന്നു. സുബ്ഹാനല്ലാഹ്, ഫഖറജ്തു മിൻ ഇൻദിഹി. ബഹുമാനപ്പെട്ടവര് പറയാണ്, ഞാൻ അയാളുടെ സമീപത്തു നിന്ന് പുറത്തേക്ക് വന്നു. വഅലം കുന്നിസാബിഹാനിഹി, അവിടെയുള്ള സഹോദരിമാരോടെല്ലാം അയാളുടെ അവസ്ഥയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അദ്ദേഹം ദിക്ർ ചൊല്ലാതെ ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് അവിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ചത്തുപോയിട്ടുള്ളത് എന്ന് നിങ്ങളെ മറവ് ചെയ്യുന്ന മറവ് അപ്പോ കാഫിറായിട്ടാണ്, അവിശ്വാസിയായിട്ടാണ് അയാൾ മരണപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അയാളെ പേരിൽ നിസ്കരിക്കല്ല. മുസ്ലിമീങ്ങളെ മറവ് ചെയ്യുന്ന ഖബറിസ്ഥാനിൽ അയാളെ മറവ് ചെയ്യല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉമർ ഇബ്നു അബ്ദുൽ ജീവിതങ്ങൾ പറയുകയാണ്. ഞാൻ അവരോട് പറഞ്ഞു, ഫസ്അലൂ മാ